എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള വൻപയർ തോരനാണ്. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണിത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളടങ്ങിയ ഈ വൻപയർ കൊണ്ടുള്ള തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് വീഡിയോ കണ്ടു നോക്കാം. തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 240 മില്ലി മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. 6 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചതാണിത്. രാത്രി നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി കുതിർത്ത് വെക്കണം. കുതിരാൻ വേണ്ടി വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വീർത്ത് വന്നിട്ട് വെള്ളമൊക്കെ കുറഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വൻപയർ ഒന്ന് വേവിച്ചെടുക്കാം. വൻപയർ വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് കുതിർത്ത് വെച്ച വൻപയർ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കുതിർത്ത് വെക്കുന്ന സമയത്ത് 1 2 വിസിൽ കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. കുതിരാതെ നമ്മൾ വേവിക്കുന്ന സമയത്ത് 6 8 വിസിൽ വേണ്ടി വരും. അങ്ങനെ വേവിച്ചാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്നും കിട്ടൂല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ ചേർത്ത് കൊടുത്താൽ വൻപയർ നന്നായിട്ട് വെന്ത് കിട്ടൂല. ഇനി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ 1 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മൂടി വെച്ചിട്ട് 2 വിസിലിന് വേവിച്ചെടുക്കണം. വൻപയർ വേവിക്കാനായിട്ട് ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 1 വിസിൽ ലോ ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. 1 വിസിൽ ഹൈ ഫ്ലെയിമിൽ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ 1 വിസിൽ വരണം. 2 വിസിലും വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തോരന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ നല്ല ജീരകം. ജീരകത്തിൻ്റെ അളവ് കൂടാൻ പാടില്ല. അപ്പോൾ തോരന് വല്ലാതൊരു ടേസ്റ്റ് മാറും. പിന്നെ വേണ്ടത് 2 പച്ചമുളകാണ്. എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. എരിവുള്ളതാണെങ്കിൽ 1 എണ്ണം മതിയാവും. പിന്നെ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാനിവിടെ 10 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് 10 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ ഒരു 5 എണ്ണം എടുത്താൽ മതി. തൊലി കളയാൻ പാടില്ല. വൻപയർ തോരനൊക്കെ തൊലി കളയാതെയാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാറ്. ഇനി അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ മീഡിയം സൈസിലുള്ള ജാറാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം. പച്ചമുളക് ഇട്ടുകൊടുക്കാം. വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം. ജീരകം ഇട്ടുകൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതുക്കി എടുത്തിട്ട് വരാം. അരഞ്ഞു പോവരുത്. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അരപ്പ് ഞാനിതാ ഇവിടെ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. 2 വിസിൽ കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഞാൻ ഗ്യാസ് അടുപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇനി ഇതിലേക്ക് 10 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് നല്ല രുചി കിട്ടുന്നത് തോരന്. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള പൊടിയായി അരിഞ്ഞ് ചേർത്താൽ മതി. ഈ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. അങ്ങനെ ബ്രൗൺ കളറായി ഒന്നും വരണ്ട. ഇനി ഈ സമയത്ത് ഒരു കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ച ചൊവയൊന്ന് മാറിക്കിട്ടണം. ഒരുപാട് അങ്ങോട്ട് വറുത്തെടുക്കുകയൊന്നും വേണ്ട. ഇനി ഈ സമയത്ത് വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ ചേർത്ത് കൊടുക്കാം. അരപ്പും വൻപയറും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പ് കിടന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വെന്ത് വരണം. ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗത്ത് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. വേവിക്കാൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ആവിയിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്.
ഇനി കുറച്ച് ആ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം ഒന്ന് പോവണം. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത ശേഷം 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. തൊലി കളയാതെ വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ ആ ഒരു സ്മെല്ല് നന്നായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവറും ഉണ്ട്. ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ചൂട് കാലാവസ്ഥയാണ്, അപ്പോൾ കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുവരെ ആയിട്ടും വൻപയർ കൊണ്ട് ഇതുപോലെ തോരൻ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, അത്രയും നല്ല ടേസ്റ്റിയാണ്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള വൻപയർ തോരൻ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വൻപയർ വേവിക്കാൻ വെച്ച വെള്ളമൊക്കെ കറക്റ്റാണ്, കൂടുതലായി പോകാൻ പാടില്ല. കൂടുതലായി പോയാൽ വൻപയർ വെന്തങ്ങോട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ തോരനുണ്ടാക്കിയ നല്ല ടേസ്റ്റ് കിട്ടൂല. നമ്മൾ കുതിർത്തി വെക്കുന്ന സമയത്ത് വെള്ളം കുറച്ച് കൂടുതലായിട്ടും ഒഴിച്ചു കൊടുക്കണം. അതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതേപോലെയാണ് വൻപയർ തോരൻ ഉണ്ടാക്കിയതെങ്കിൽ ഒരു പ്ലേറ്റ് ചൂട് കഞ്ഞി നമ്മൾ അറിയാതെ തന്നെ കുടിച്ചു പോകും, അത്രയും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വൻപയർ തോരൻ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത്. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷൻ കൂടി കാണും, അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ. ഇനി പുതിയ റെസിപ്പിയായി കാണുന്നവരെ നന്ദി, നമസ്കാരം.